ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രസന്റ് ഈസ് പ്രസന്റ് എപ്പിസോഡ് 13, 14, 50, 60 ഇത് നാലെണ്ണം ഒരുമിച്ചാക്കിയിട്ട് അതിന്റെ പാതിയാണ് കാണാൻ പോകുന്നത്. അതായത് ഫൈനൽ പാർട്ട് 1. അപ്പൊ തുടക്കത്തിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഫ്യൂച്ചർ എന്ത് വെള്ളം ആയിക്കോട്ടെ നമ്മുടെ പ്രസന്റ് ബ്യൂട്ടിഫുൾ ആക്കാന്ന്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട് നമ്മുടെ ഡോക്ടറിന്റെ കയ്യിൽ നിന്നാണ്. അവൻ പറയാണ് നമ്മുടെ ഷീയുടെ ഡാഡി ഈ ജയിലിൽ തന്നെ വെച്ചിട്ട് സൂസൈഡ് ചെയ്ത് മരിച്ചു. അപ്പോൾ നമ്മുടെ ഷീ ആണെങ്കിൽ ഡിപ്രഷനിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിക്കാണെന്ന്. അവിടേക്ക് നമ്മുടെ ഷീ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഹീറോനെ കാണുന്നുണ്ട്, വാശി പിടിച്ചിട്ടാണ് നമ്മുടെ ഡോക്ടർ നമ്മുടെ ഹീറോനെ വിളിച്ചിരിക്കുന്നത്. അവിടെ വെച്ചിട്ട് നമ്മുടെ കെയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കെ ഇവനെ കോൾ ചെയ്യാണ്. ഇവന്റെ ആ ഒരു കോളിന്റെ ആ റിംഗ് ടൂണും ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഷീക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. ഞാൻ എടുക്കില്ലെന്നും പറയാണ്, എൻ്റെ ഡാഡി എന്നെ ചതിച്ചോനാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. നമ്മുടെ ഷീനോട് നിർബന്ധിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ഫോൺ എടുക്കാനും പറയാണ്. അങ്ങനെ കെയുടെ ഫോണ് അവൾ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കെ പറയാണ്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, പക്ഷെ എനിക്ക് അദ്ദേഹം പൈസ തരുന്നതിന് മുമ്പ് ആള് മരിച്ചു. നിന്റെ ആ ഒരു സ്വത്തിന്റെ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലാണ്, കീയും കാര്യങ്ങളൊക്കെ ഉള്ളത് ലോക്കറിന്റെ. അതിന്ന് പാതി നീ എടുത്ത് പാതി എനിക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ആയി. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവൻ ഈ ഒരു കോളിലൂടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഹീറോ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, അതെ അന്ന് ഫ്യൂച്ചറിന് ഹീറോ വിളിച്ചപ്പോൾ കെ ആണ് കില്ലർ എന്ന് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ശരിക്കത്തെ ഇഷ്യൂ എന്നാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ അവൻ എവിടുന്നാ വരുന്നത് നമ്മുടെ ഹീറോ ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ അവരൊരു ഗ്രാമത്തിലേക്കാണ് എത്തുന്നത്. അവന്റെ വീട്ടിൽ ആരും ഇല്ലെന്ന് അറിയാണ്. ഇവനാണെങ്കിൽ അവളുടെ സൈഡിലത്തെ ഒരു ക്യാമറയിലൂടെ ഇവരെന്തൊക്കെ ചെയ്യണ്ടെന്ന് നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം അവിടുത്തെ ഗ്രാമത്തിലത്തെ ആൾക്കാരോട് പോയി ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ചോദിച്ചു നോക്കുന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു പേരില് ആരും തന്നെ ആ ഒരു വില്ലേജിലില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ വില്ലേജിലെ ഫോട്ടോ വെച്ച് തിരക്കിയപ്പോഴാണ് അവന്റെ ഒരു കുറ്റപ്പേര് കണ്ടുപിടിച്ചത് ഫിഷ് ഐ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ അവര് ഡൗട്ട് അടിച്ചിട്ട് വീട് ചവിട്ടി പൊളിക്കുന്നുണ്ട്. അതിനുള്ളിൽ തന്നെ ഇവളുടെ അതായത് ഷീയുടെ കുറെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹീറോയും പറയാണ്, ഒന്നല്ലെങ്കിൽ കെയുടെ പരിപാടി ആയിരിക്കണം, ഒന്നല്ലെങ്കിൽ ഷീയുടെ പരിപാടി ആയിരിക്കണം, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം എന്ന് നമ്മുടെ ഹീറോയും പറയുമ്പോൾ അവൾ വേറൊരു കാര്യം പറയുന്നുണ്ട്. കെ ഡേറ്റ് ചെയ്യാൻ വന്നപ്പോൾ അവനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെന്നും അവൾക്ക് ആ കാര്യം അറിയില്ലെന്നും, പിന്നെ എന്താ പറയാ നിന്നോട് ആ ഷീ സംസാരിച്ച സമയത്ത് അവൾക്ക് വേറൊരു ചെക്കനെ ഇഷ്ടമാണെന്നൊക്കെ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഡൗട്ട് അടിക്കുന്നത് അവൻ പ്രേമിക്കുന്നത് ഷീനെ തന്നെ ആയിരിക്കണം എന്ന് പറയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് നൈറ്റ് വരെ എല്ലാവരും ആ ഒരു വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവൻ അങ്ങോട്ട് കയറി വരുമല്ലോ, ആ സമയത്ത് തന്നെ നമുക്ക് അവനെ ലോക്ക് ചെയ്യാം, പിടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവർ നൈറ്റ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീടിനുള്ളിൽ ആരോ കയറി വരുന്നതായിട്ട് ഇവർക്ക് തോന്നുകയാണ്. അപ്പൊ ഇവറ്റകളാണ് പിന്നാലെ ഫോളോ ചെയ്തിട്ട് ആളുടെ പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ പോയിട്ട് അവസാനം ആളെ നമ്മുടെ സ്പൈ ഗേളാണ് ഫസ്റ്റ് പിടിക്കുന്നത്. അവസാനം 2 പെടയും കൊടുത്തപ്പോൾ ആള് പറയുന്നുണ്ട്, എന്നെ വിട്ടേക്ക്, അവൻ പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട് നിങ്ങളുടെ വീട്ടിൽ കയറിയതാണ് എല്ലാവരെയും പുറത്തിറക്കാനായിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ വേറൊരു കാര്യം ശ്രദ്ധിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ വീടിനുള്ളിലാണ്, അവൾ പുറത്തിറങ്ങിയിട്ടില്ല. വീട്ടിൽ പോയി നോക്കുമ്പോൾ അവിടെ നമ്മുടെ ഹീറോയിനും ഇല്ല. അവിടുന്ന് കട്ട് ചെയ്ത് പിറ്റേ ദിവസം മോർണിംഗ് നമ്മുടെ ഹീറോയിനെ സൈഡിലൊന്ന് കിടത്തിയിട്ടിട്ട് നമ്മുടെ കെ ആണെങ്കിൽ ഷീനെ വിളിച്ച് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടിയാണ് ഇക്കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതെന്ന്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇവൻ ഫോൺ വിളിക്കുന്ന ആ ഒരു താപ്പില് അവൾ അവിടുന്ന് എണീച്ച് അങ്ങ് ഓടിപ്പോവാണ്. നമ്മുടെ കെ ഇത് കാണുന്നുണ്ട്, ഇവളുടെ പിന്നാലെ ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ ഇവരൊരു മലയുടെ അങ്ങ് എത്തുന്നുണ്ട്. അടിയിൽ കടലൊക്കെയാണ്. അപ്പൊ അങ്ങനെ നോക്കി നിൽക്കുന്ന അതായത് നമ്മുടെ കെയുടെ കയ്യിൽ നമ്മുടെ നടി ശരിക്കും പെട്ടുപോയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ വേണ്ടേ, എന്ത് വേണമെങ്കിൽ തരാന്നുള്ള രീതിയിൽ അവൻ പറയുമ്പോൾ നിനക്കറിയോ, നീ അവന്റെ കൂടെ അതായത് നമ്മുടെ ഹീറോന്റെ കൂടെ നടക്കുന്നത് കൊണ്ട് നമ്മുടെ ഷീക്ക് അവനെ വേണം എന്നുള്ളത് കൊണ്ടും അവൾ എന്നെ യൂസ് ചെയ്തു നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്. നിന്നെ കൊന്നു കഴിഞ്ഞാൽ അവനെ നിനക്ക് കിട്ടും, അവളുടെ സന്തോഷമാണ് എനിക്ക് വലുത്. അങ്ങനെയുള്ള രീതിയിൽ ഇവൻ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെങ്കിലും അവളുടെ അച്ഛൻ പെട്ടെന്ന് അങ്ങ് പോയില്ലേ, ഇനി എൻ്റെ പൈസയൊക്കെ എങ്ങനെ കിട്ടാനാ? അത് മാത്രമല്ല നിന്റെ ആ ഒരു ടൈം ട്രാവൽ ഫോണ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് പൈസ തരുന്നു പറഞ്ഞതായിരുന്നു, പക്ഷെ നടന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹീറോ വരികയല്ല, നമ്മുടെ നടി അവിടുന്ന് നൈസായിട്ട് സ്ക്യൂട്ട് ആവാൻ നോക്കുമ്പോൾ നമ്മുടെ കെ അവളെ പിടിച്ചിട്ട് ആ ഒരു എഡ്ജിൽ കൊണ്ട് നിർത്തുവാണ്. നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, നിനക്ക് പൈസയാണ് വേണ്ടെങ്കിൽ ഞാൻ ഇരട്ടി ചെയ്ത് തരാന്ന്. പക്ഷെ അവൻ പറയാണ്, അവളെ കിട്ടാത്ത ആ ഒരു ജീവിതത്തിലേക്ക് ഇനി ഞാനില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് സൂസൈഡ് ചെയ്ത് ചാവുകയാണ്. എന്തിനാ അവൻ സൂസൈഡ് ചെയ്ത് ചാത്ത വെറുതെ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് തോന്നും. അപ്പൊ നമ്മുടെ ഹീറോയിൻ പറയാണ്,
പറയുകയാണ് അവൾ അവനെ പ്രേമിച്ചില്ലെങ്കിലും അവൻ ഇവളെ നല്ലപോലെ പ്രേമിച്ചിരുന്നു, പക്ഷെ അവള് അവനെ യൂസ് ചെയ്യായിരുന്നു എന്നൊക്കെ. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് അവരവിടുന്ന് പോകുന്ന സമയത്ത് പറയുന്നുണ്ട്, അപ്പോൾ ബാക്കിയുള്ള കളികളൊക്കെ നമ്മുടെ ഷീയുടെ കളികളാണ്, അപ്പം നമുക്ക് അതിന് എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ആ ഒരു ഫ്യൂച്ചറിൽ നമ്മുടെ ഹീറോ മരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഡ് ആയിട്ടുള്ള കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്യൂച്ചറിൽ നിന്നിട്ടുള്ള നമ്മുടെ ഹീറോയിനും കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട്, എടാ ഞങ്ങൾ ഫ്യൂച്ചറിൽ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, ഞങ്ങൾക്ക് ഇപ്പോൾ യാതൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ കോൾ ചെയ്ത് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഹാവു ഇനി ഫ്യൂച്ചറിലേനും കുറച്ചുകൂടി സന്തോഷത്തോടെ ഇരിക്കാലോ എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മുടെ ഫ്യൂച്ചറിലെ ഹീറോയിനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ, ഇനി നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ഒരു ചെറിയൊരു നെക്ലസ് പോലത്തെ എന്തൊക്കെ സാധനം വാങ്ങിച്ചിട്ട് അവളുടെ കഴുത്തിലിട്ട് കൊടുത്ത് നമ്മുടെ കല്യാണം എന്നാണ് കഴിഞ്ഞു എന്നും പറയുകയാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്തുവാടാ ഇത്രയും സിമ്പിളായിട്ട് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ അവനെ നോക്കി ചോദിക്കുന്നുണ്ട്. അതിനുശേഷം കല്യാണമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അവരിങ്ങനെ കാറിൽ ഇങ്ങനെ പോയോണ്ടിരിക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ഹീറോയിൻ മാത്രമാണ് ഉള്ളത്, അവരിങ്ങനെ പോയോണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഫ്യൂച്ചറിൽ ഇവർ കല്യാണം കഴിച്ചത് അറിഞ്ഞിട്ട് ദേഷ്യത്തോടെ അവരുടെ കാർ വന്ന് ഇടിച്ചങ്ങ് തെറിപ്പിക്കുകയാണ്. അതോടുകൂടി ആ സ്പോട്ടിൽ നമ്മുടെ ഹീറോയിന്റെ കഥയും തീർന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫ്യൂച്ചറിലെ ഹീറോ നമ്മുടെ പാസ്റ്റിലെ ഹീറോനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അതെ നമ്മുടെ ഹീറോയിനെ വണ്ടി ഓടിക്കാനൊന്നും സമ്മതിക്കരുത്, കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ഫ്യൂച്ചറിലെ ഹീറോയിൻ മരിച്ചത് ഒരു കാർ ആക്സിഡന്റിലാണ്, ഷീയാണ് കൊന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹീറോ വണ്ടി ഓടിക്കരുതിട്ടാ എന്ന് നമ്മുടെ ഹീറോയിനോട് പറയാണ്. അങ്ങനെ നമ്മുടെ ഷീയാണെങ്കിൽ ഫോറിനിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹീറോന്റെ വീടും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിനും അറിയാം. പക്ഷെ അവളുടെ മുമ്പിൽ വെച്ചിട്ട് ആള് പറയുന്നുണ്ട്, ഫ്യൂച്ചറിലെ ഫോണ് നാശമായിട്ടുണ്ട്, അതുകൊണ്ട് ഇത്ര നേരമായിട്ട് ആ ഒരു ഫോൺ കോള് എനിക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ എപ്പോഴും വിളിക്കുന്നത് അങ്ങനെയുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മുടെ ഷീക്ക് സന്തോഷമാവുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഫോണിലൂടെയാണല്ലോ ഇവൾക്ക് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി ഇതോടുകൂടി നിന്നു എന്നുള്ളൊരു സന്തോഷമാണ്. അപ്പൊ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, അതെ ഫോണൊന്നും നാശമായിട്ടില്ല, ഫോണൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞതിന് മെയിൻ റീസൺ അവൾക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ക്ലിയർ വരാനാണ്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ സ്മൂത്ത് ആയിട്ട് നൈസായിട്ട് അങ്ങ് പൊക്കോളും എന്നൊക്കെ. ഇപ്പത്തെ 2024 ഹീറോയിൻ അവരുടെ 2 ഫ്രണ്ട്സും കൂടിയിട്ട് പ്ലാൻസ് ഒക്കെ ഇട്ടങ്ങ് വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ നിന്ന് ഇവർക്കൊരു കോളും വരുന്നുണ്ട്. അതോടുകൂടിയിട്ട് കാര്യങ്ങളൊക്കെ അവർ ക്ലിയർ ചെയ്യാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ ആ ഒരു ഫോണ് അവള് സിമ്പിളായിട്ട്, അതായത് കെയർലെസ് ആക്കിയിട്ട് തന്നെ അത് വെക്കുവാണ്. അപ്പോൾ നമ്മുടെ ഷീ ആണെങ്കിൽ അത് വേറെ ഒരാളെ കൊണ്ട് ആ സാധനം എടുത്തുകൊണ്ട് വരിപ്പിക്കുകയും അത് ആക്ടിവേറ്റ് ചെയ്തിട്ട് വീതി വെക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ നമ്മുടെ ഹീറോയിനാണ്, അതായത് ഫ്യൂച്ചറിലെ ഹീറോ നടിയാണെന്ന് വിചാരിച്ചിട്ട് അവൻ സംസാരിക്കുവാണ്. അപ്പൊ പറയുന്നുണ്ട്, ഫ്യൂച്ചറിൽ ഞാൻ ഷീനാണ് കല്യാണം കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് തന്നെ നീ ആ ഒരു കല്യാണ ദിവസം എനിക്ക് ഫോൺ ചെയ്തു, ഞാനാണ് നിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, എനിക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കും നിന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിച്ചു, കല്യാണ ദിവസം തന്നെ നീ വരുവല്ല. നമ്മുടെ ഷീക്ക് ദേഷ്യം വന്നിട്ട് കേനെ ഏൽപ്പിച്ചു നിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ കെ ആണെങ്കിൽ നിന്നെ പിടിച്ചിട്ട് ഒരു റൂമിലിട്ടിട്ട് നിന്നെ അങ്ങ് കൊന്നു കളഞ്ഞു. ഇതാണ് അന്ന് ഉണ്ടായത് എന്നുള്ള രീതിയിൽ പറയല്ല, നമ്മുടെ ഷീക്ക് ഒരു കോൺഫിഡൻസ് വരുവാണ്. അവളെന്നെ നമ്മുടെ ഹീറോ കല്യാണം കഴിക്കില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഫ്യൂച്ചറിൽ അവളെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അവൾക്കൊരു സമാധാനം വരുവാണ്. അവൾ നേരെ പറയുന്നുണ്ട്, ഓ അപ്പോൾ കെ ഉള്ളതുകൊണ്ട് അന്ന് എൻ്റെ കല്യാണം നടന്നു, ഇപ്പൊ കെ ഇല്ല, പക്ഷെ കുഴപ്പമില്ല, ഞാൻ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ അവനെ സ്വന്താക്കും എന്നുള്ള രീതിയിൽ ഇവളിങ്ങനെ മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടലുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.